സുലോ സുലോ ആ ഒരു ഗ്ലാസ് വെള്ളം കൊടുന്നേ. ആ അല്ലേ ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ നിങ്ങള്? വയ്യടോ. എന്ത് വയ്യ? വൈകുന്നേരം ആകുമ്പോ പൈസ വേണ്ടേ? വെള്ളം കുടി. ഒന്നും മേലും വൈകുന്നേരം പണി പറയാം. എന്തപ്പോ ഇന്നിപ്പോ ഒരു പ്രത്യേകത നിങ്ങൾക്ക്? കഴിഞ്ഞ ആഴ്ച മുഴുവനും നിങ്ങളിതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. 10ൻ്റെ പൈസ വരുമാനം ഈ കുടുംബത്തേക്ക് വന്നിട്ടില്ല. ഈ ആഴ്ചയിൽ ഇപ്പോൾ 3 ദിവസം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് വയ്യേ? ഷോൾഡറൊക്കെ വേനായിട്ട് തീരെ വയ്യ. ഭയങ്കര തരിപ്പൊക്കെ. ആയിക്കോട്ടെ, അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയും കറണ്ട് ബില്ലും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. എന്താ നശങ്ങൾ കാട്ടിക്കോളി. സമാധാനപ്പെട്, ശരിയാവും. ഇത്രയും കാലം ഞാൻ സമാധാനപ്പെട്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് ഇനിയും സമാധാനപ്പെടണം. ഞാൻ 17, 18 നമ്മുടെ മക്കളുടെ വയസ്സിന്റെ പ്രായം. നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടാ? ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരുത്തിനെ കെട്ടിക്കണം, അടുത്ത കൊല്ലം മറ്റേനും കെട്ടിക്കണം. എന്തെങ്കിലും വിചാരിച്ചിരിക്കണത്? എന്നും കാലം ഈ ഇരുന്നട്ടത്തിനുള്ളിൽ നിന്ന് മെഷീൻ അടിച്ചിട്ടൊന്നും മക്കളെ നോക്കാൻ പറ്റൂല. പുറത്തേക്ക് ഇങ്ങോട്ട് തന്തി അതിന് നോക്കണം. ഞാൻ കണ്ടോ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എല്ലാം കൊണ്ടും മനുഷ്യർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. മെഷീൻ ഓടിച്ചിട്ടുണ്ട്, നടു ഒടിഞ്ഞിക്കണ്. എത്ര കാലം എന്ന് വെച്ചിട്ടാ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കുക? 4 ദിവസം പണിക്ക് പോയാൽ 2 ദിവസം പണിയില്ല, പിന്നെ 2 ദിവസം പണിക്ക് പോവാൻ വയ്യ, പിന്നെ 2 ദിവസം എന്തെങ്കിലും കല്യാണം കളിയാട്ടം. ഒന്നും മിണ്ടാണ്ടിരിക്കടോ. ഈ കുറെ നേരമായില്ലേ ഈ വളവള സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വളവള നയിക്കാതെ നിങ്ങളുടെ പ്രശ്നമുള്ളൂ? ഇതിലൂടെ കാര്യങ്ങൾ അങ്ങനെ നടക്കും നിങ്ങളുടെ വിചാരം? അതൊക്കെ എന്റെ സമയം എന്റെ ഒഴിപോലെ നടക്കും, മനസ്സിലായില്ലേ? ഓ, കൊട്ടക്കണക്കിന് ഞങ്ങൾ നടത്തിയിരിക്കണത് എന്നോട് പറയിക്കാന്ന് കണ്ടാ. ചെറിയ പെണ്ണെന്ന് രാവിലെ കരഞ്ഞിട്ട് അവിടെ പോയിക്കുന്നത്. ഈ നടത്തിയ നടക്കാതെ എന്നോട് പറയിപ്പിക്കണ്ട. എല്ലാം കൂടി ഇങ്ങനത്തെ ചെയ്യാനും തളർത്താനും നിങ്ങൾക്ക് എന്താ നാവ്? ഓ, മിണ്ടാണ്ടിരുന്നോ? ഞാൻ മിണ്ടാതിരിക്കാത്തതിന്റെ കുഴപ്പം പറയിപ്പിക്കണ്ട. വേണ്ടകള് നിങ്ങൾക്ക് കുറച്ച് കൂടുണ്ട് ഈടായിട്ട്. എന്നെ കൊണ്ട് ഈ വണ്ടി ഓടിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ കെട്ടിക്കൊണ്ടുന്ന കാലം മുതലേ ഞാൻ കേൾക്കണതാ കാണുന്നതാ. പഴയതിരിക്കും ഇങ്ങനെ എല്ലാത്തിനും തന്തി, എല്ലാത്തിനും നാഥനെ കൊണ്ടുനടക്കണം മനുഷ്യന്മാരടങ്ങാക്കാനായിട്ട്. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എത്ര എന്താ പറഞ്ഞാല് എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ചെയ്യാത്തത്? ഒരാഴ്ച പണിക്കോയ 4 ആഴ്ച പണിക്കൂല. പണിക്ക് തീരെ പണിക്കൂല. മട്ടി. ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് അറിയോ? എല്ലാം കൂടെ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. നിനക്ക് അറിയണല്ലോ എന്റെ അസുഖം എന്താന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ പിന്നെ എടുക്കണമെന്നില്ല. എന്ത് കഴിഞ്ഞാ നീ പറയണേ? എന്നാ ചികിത്സിക്കാൻ നോക്ക്. എന്നെ കൊണ്ട് വെയ്യത് എല്ലാരും കൂടി ഒരു 4 ദിവസം വയ്യാണ്ടായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ വർത്താനം പറയുന്നത്. എന്താണ് കുറെ ദിവസം മാറുന്നു ചിലക്കുന്നത്? പറ്റില്ലെങ്കിൽ ഇറങ്ങി പൈക്കടി വിടുന്നത് ഒരു സമാധാനം എന്റെ മോനക്ക് കൊടുക്കൂലേ അല്ലേ? എന്ന് ഈ കുടുംബത്തെ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങിയുള്ള നാശം. സമാധാനമായാലും നമുക്ക് ആ തന്ത്രമായിരിക്കണം എന്നെ കേൾപ്പിച്ചപ്പോ. ഒരു പാവം എന്തറിഞ്ഞിട്ടാ ഇവിടെ ആ പയ്യോട്ട് കിടക്കണം. അവിടെ നിന്ന് വളർന്നു കിടന്ന തന്തല്ലേ? ആ തന്തയുടെ റൂമിലോട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ തന്തയുടെ നോട്ടം മാറ്റൊക്കെ വേറെ ഭാഗത്തേക്കാ. നിങ്ങൾക്ക് വലുതും അറിയോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ തന്തനെ സപ്പോർട്ട് ചെയ്യണത്? എന്താണ് എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത്?
വെറുതല്ല തന്നൊക്കെ തന്നാവ്. അപ്പൊ ശരിക്ക് തന്ത എന്റെ കാട്ടിക്കൂട്ടുന്ന മകൻ അറിഞ്ഞാൽ അവസ്ഥ എന്താ? അയ്യോ, ഈ തന്തടി മോന്റെ ഭാര്യ